morning, miss. Good morning. Good morning. Morning, ma'am. Good morning, miss. Good morning. Morning, sir. Good morning. കാണാൻ പറ്റുന്നത് നോക്കണേ. ആദ്യമേ തന്നെ ഈ ഒരു സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണുമോ? English. നോട്ട് പ്രസന്റ് അല്ല കാണാൻ പറ്റുന്നുണ്ടോ? Yes. Yes, ma'am. കാണാം. ഓക്കെ ഓക്കെ. ഇംഗ്ലീഷ് ആയിരുന്നോ ക്ലാസ്? ഇംഗ്ലീഷ് ആണ് കാണുന്നത് മിസ്സേ. ഓക്കെ ഓക്കെ. വേറെയാണോ കാണുന്നത്? Yes, ma'am. ഓക്കെ ഓക്കെ. സാധാഗതിയിലുള്ള ഒരു പ്രസന്റേഷൻ രീതിയല്ല, അതുകൊണ്ടാ ചിലപ്പോ നമുക്കത് ശരിയാവില്ല. അവരെ തന്നെ വിളിക്കേണ്ടി വരും. ഇപ്പൊ ശരിയായോ നോക്കിയേ? ശരിയായോ? നോട്ട്സ് കാണുന്നുണ്ട്, മിസ്സിനെ കാണുന്നില്ല. നോട്ട് കാണാനില്ല. കാണുന്നുണ്ട്, നോട്ട്സും ഉണ്ട്. കാണുന്നുണ്ട് ചിലർക്ക് കാണാനില്ല. വേഗം വേഗം ഒന്ന് ലീവ് ചെയ്തിട്ടേ ചിലപ്പോ ടിഷ്യൂ ആയിരിക്കാം നിങ്ങളുടെ. അതുണ്ടല്ലേ ഇവിടെ ക്ലാസ്സില് മുട്ടുണ്ട്. സാറില്ല യെസ് കാണുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട്. നമ്മളെവിടെ പഠിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? എവിടെ വരെ ഇരിക്കും നമ്മള്? സിമ്പിളാണ് ഇങ്ങനതൊക്കെ. ഇതൊക്കെ വളരെ താല്പര്യം ഉണ്ടാകുന്ന ഭാഗമായിരിക്കും. ഏതാ? സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പോളിസി അല്ലേ? അതെ, ഇതാണ് നമുക്ക് എടുത്തുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ മാത്രം പറഞ്ഞത്, അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ പറയാ, റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 എലമെന്റ്സ് ഉൾപ്പെടുന്നതാണ് പേഴ്സണൽ റിക്രൂട്ട്മെന്റ്. അതായത് ജോലിക്കാരെ ഏത് ബിസിനസ് ഓർഗനൈസേഷനിലാണെങ്കിലും ജോലിക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ്, പ്രോസസ് ആണ്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് പോളിസി. അതായത് ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അതായത് എങ്ങനെയാണ് നമ്മൾ ഓരോ എംപ്ലോയീസിനെയും ഹയർ ചെയ്യാൻ പോകുന്നത്, അതിനെ കുറിച്ചുള്ള ഒരു ഡിക്ലറേഷൻ. എന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്തൊക്കെ വേക്കൻസി ഉണ്ട്, ഇങ്ങനെ പൊസിഷൻസിലേക്കാണ് വേക്കൻസി, അതിന് ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ കൂട്ടി ഒരു പോളിസി രൂപീകരിക്കുക. അതാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ആൻഡ് അത് പ്രധാനമായിട്ടും ഒരു 4 പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ആ റിക്രൂട്ട്മെന്റ് പോളിസി ഫ്രെയിം ചെയ്യുന്നത്. ആ 4 പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ടു സെലക്ട് ആൻഡ് എംപ്ലോയി ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫോർ ദ ജോബ്. ഏത് ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളുടെ വേക്കൻസി ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ വേക്കൻസിയിലേക്ക് നമ്മൾ എന്താ പറയാ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരെ നമ്മൾ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ, ഒരുപാട് ആൾക്കാരുടെ അപ്ലിക്കേഷൻസ് തരും. ഇന്ന സ്ഥലത്തൊരു വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ പറയാ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വേക്കൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. ഒരു 10 വേക്കൻസി ഉള്ളെങ്കിലും 1000, 2000 അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് വരും അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ ആയിരിക്കണം. അതായത് ക്വാളിഫൈഡ് ആയിട്ട്, നമ്മുടെ ജോലിക്ക് ക്വാളിഫൈഡും ആപ്റ്റും അതുപോലെ തന്നെ എഫിഷ്യൻസി ഒക്കെ ഉള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യാൻ തെരഞ്ഞെടുക്കുക. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യും.
നെക്സ്റ്റ് വൺ, ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിങ്. നമ്മൾ കൊടുക്കുന്ന ജോലികൾ അത് കൃത്യമായിട്ട് ആ പറയുന്ന ആ വ്യക്തിക്ക് തന്നെ, ഇപ്പൊ എനിക്ക് ഇന്ന കഴിവാണുള്ളത്, ആ ആളുടെ കഴിവിനനുസൃതമായിട്ടുള്ള പെർഫോമൻസ് ചെയ്യാനുള്ള ജോബ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഹയർ ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ജോലിയും കൃത്യമായിട്ട് കൊടുക്കുക, ഇമ്പോർട്ടന്റ് ആണത്. എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്നോട് അത് ചെയ്ത് പഠിച്ചിട്ട് ചെയ്തെടുത്താൽ മതി എന്ന് പറയുന്നതിനല്ല കാര്യം പറഞ്ഞ പോലെ അല്ലെ. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ആ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതും മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള ജോബും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അവർ ആ രീതിയിൽ എംപ്ലോയ് ചെയ്യിക്കുക. ഇപ്പൊ ടീച്ചിങ്ങിനാണ് ആൾക്ക് ഇഷ്ടം, ആൾക്ക് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ട്രെയിൻഡ് ആയിട്ടുള്ളതും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആൾക്ക് കൊടുക്കുക. അല്ലാതെ വേറെ ഏതെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കൊടുക്കണ്ട. മനസ്സിലായാലും മറ്റേതെങ്കിലും അക്കൗണ്ട് സെക്ഷനിൽ കൊണ്ടുവരുന്നു ടീച്ചിങ്ങിന് കഴിവുള്ള ആളെ, അങ്ങനെയല്ല. നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ ആ മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള ഇന്ന ആളിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുള്ളവർക്ക് ആ ജോലികൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഇത് മാത്രം ചെയ്താൽ പോരാ, ജോലിയൊക്കെ കൊടുത്താൽ മാത്രം പോരാ, ഫേവറബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ലൈഫ് ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ വർക്കിംഗ് കരിയർ, ഞാനിപ്പോ എത്ര നാളാണോ അവിടെ ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യുമ്പോഴൊക്കെ എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഫേവറബിൾ എനിക്ക് അനുകൂലമായി. ദാറ്റ് മീൻസ് നമുക്കറിയാം, ഒരു ആള് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയീസ് ആയിട്ടുള്ള എല്ലാവർക്കും രണ്ട് തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകും. ഒന്ന് പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്. നമുക്കൊരു ജോലി കിട്ടി, ആ ജോലിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഓരോ വർഷം തോറും നമ്മൾ ഡെവലപ്ഡ് ആയിട്ട് വരുന്നു. അതൊരു പേഴ്സണൽ വ്യക്തിപരമായ വളർച്ചയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടി അല്ലെ, അപ്പൊ ഒരു കരിയർ ഡെവലപ്മെന്റ്. ഈ രണ്ട് രീതിയിലുള്ള ഡെവലപ്മെന്റും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം, ആ കിട്ടുന്നതിന് ഉള്ള സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. എനിക്ക് എന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായ ഒരു കാര്യം എന്നിലേക്ക് വരുന്നത്, അപ്പൊ അവർക്കത് കൊടുക്കാം. സോ ദാറ്റ് അവർക്ക് പേഴ്സണലി ആൻഡ് കരിയർലി ദേ ക്യാൻ ഡെവലപ്പ്. അവർക്ക് അതിനുള്ള അവസരം കിട്ടുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാണെങ്കിൽ. പിന്നെ പ്രൊവൈഡ് പ്രോഗ്രാമേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ആ ജോലിയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ വളർച്ച, നേരത്തെ പറഞ്ഞത് തന്നെ, വ്യക്തിപരമായ വളർച്ചയ്ക്കും കരിയർ പരമായിട്ടുള്ള വളർച്ചയ്ക്കും സാധ്യമാകുന്ന അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എംപ്ലോയീസിന്. അതും ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇതിന്റെ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ അതുകൂടി ഉൾപ്പെടുത്തണം. അപ്പൊ ഇപ്പൊ എനിക്കൊരു അവസരം വരികയാണ്, എന്റെ ഒരു ഡെവലപ്മെന്റിന്, എന്റെ ഒരു കരിയർ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യം എന്നിലേക്ക് വരികയാണ്. അപ്പൊ മാനേജ്മെന്റ് അത് എന്നെ അറിയിക്കുക, അതിനുള്ള അവസരം എനിക്ക് തരിക. സോ ദാറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഗ്രോത്തിന് പറ്റിയൊരു കാര്യം ഈ ഓർഗനൈസേഷനിൽ നിന്ന് എനിക്ക് കിട്ടുകയാണ്. അപ്പൊ ഞാൻ അതെന്നെ അറിയിക്കുക, ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ റിക്രൂട്ട്മെന്റ് പോളിസീസിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം. ആ 4 പോയിന്റ് ടിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നാണോ? പറഞ്ഞാണോ? 4 പോയിന്റ് ടിക്ക് ചെയ്യണം, ഫസ്റ്റ് സെന്റൻസ് ടിക്ക് ചെയ്യണം എന്നാ പറഞ്ഞിട്ട്. യെസ്. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ അടുത്തതാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെന്റ് അറേഞ്ച്മെന്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യലാണ് അടുത്ത പടി, അടുത്ത പ്രൊസീജിയർ അതാണ്. ആഫ്റ്റർ നമ്മൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഒക്കെ തയ്യാറാക്കി വെച്ചു. അതിനുശേഷം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രൊസീജിയർ ഫോർ ഹയറിംഗ് ദ ന്യൂ എംപ്ലോയീസ് ഓർ ന്യൂ സ്റ്റാഫ്. പുതിയ എംപ്ലോയീസിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എന്താ പറയാ, ജനറലി പറയുകയാണെങ്കിൽ ദർ ഇസ് നോ എനി ജനറൽ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഫോർ ഹയറിംഗ് എ ന്യൂ സ്റ്റാഫ്. ഒരു പുതിയ എംപ്ലോയിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹയർ ചെയ്യാൻ, റിക്രൂട്ട് ചെയ്യാനായിട്ട് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ പ്രൊസീജിയറോ ഒന്നുമില്ല. Every organization have its own customized procedure. ഓരോ ഓർഗനൈസേഷനും അവരുടേതായ കസ്റ്റമൈസ്ഡ് രീതിക്ക് എന്ത് ചെയ്യാം, അവരുടെ തെരഞ്ഞു നടത്താം. ഇപ്പൊ ഈ ബിസിനസ് ഓർഗനൈസേഷനിൽ ഏത് രീതിയിലാണോ ഒരു എംപ്ലോയിനെ, പുതിയതായിട്ട് വരുന്ന എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്, ആ രീതി ആവണമെന്നില്ല വേറൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ. എല്ലാവർക്കും അവരുടേതായ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് നമുക്ക് തന്നെ രൂപപ്പെടുത്താം. ഞങ്ങളുടെ ഈ രീതിയിലാണ് പുതിയ എംപ്ലോയീസിനെ, പുതിയ സ്റ്റാഫിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അക്കോർഡിംഗ് ടു ദ ക്വാണ്ടിറ്റി ആൻഡ് ഓൾസോ ദ ക്വാളിറ്റി. എങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്, ഏത് ക്വാണ്ടിറ്റിയുള്ള ആളുകൾ വേണം, എത്ര എണ്ണം വേണം, അതുകൊണ്ട് അവർക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത്ര നമ്പർ ഓഫ് പുതിയ സ്റ്റാഫിനെ വേണം, ഇന്ന ക്വാളിഫിക്കേഷൻ, ഇന്ന ക്വാളിറ്റിയുള്ള ആ സ്റ്റാഫിനെയാണ് നമുക്ക് വേണ്ടത്. സോ നമ്മളുടെ ഡിസിഷൻ അതാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് അതിനെ ഹയർ ചെയ്യാം. പുറത്തുനിന്ന് എംപ്ലോയീസിനെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. അതേസമയം വേറൊരു ബിസിനസ് ഓർഗനൈസേഷൻ, അവർക്ക് വേണ്ടത് വേറെ ക്വാളിറ്റി ഉള്ളത്, വേറെ നമ്പർ ഓഫ് എംപ്ലോയീസിനെയാണ്, ഇത്ര കൂടുതൽ എംപ്ലോയീസിനെ വേണം.
അപ്പൊ അവരുടേതായ രീതിയിൽ അവർക്കത് എങ്ങനെ വേണമെങ്കിലും ഹയർ ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓർഗനൈസേഷനും ജനറൽ ആയിട്ട് ഏതെങ്കിലും ഒരു പ്രൊസീജിയറിലൂടെ പുതിയ പുതിയ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നില്ല, റിക്രൂട്ട് ചെയ്യുന്നില്ല. റിക്രൂട്ട്മെന്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അവരവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയാണ്. കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞ വാക്ക് എന്താ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ, കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ് തയ്ച്ചു കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പെൺകുട്ടികളാണ് കൂടുതലിരിക്കുന്നത് പറഞ്ഞാൽ അത് പറഞ്ഞത് അല്ലെ, നമ്മളുടെ കസ്റ്റമൈസ്ഡ് രീതിയിൽ നമുക്ക് ഡ്രസ് തയ്ച്ചു തരുമെന്ന് പറയില്ലേ അല്ലെ. ഇപ്പൊ സാധാരണ ചില സ്ഥലങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഡ്രസ് തയ്ച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒരുപാട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഏതെങ്കിലും മോഡൽസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ ആ രീതിയിൽ തയ്ച്ചു തരുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. അപ്പൊ അതുപോലെ ഏത് ബിസിനസ് ഓർഗനൈസേഷനും പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ റിക്രൂട്ട്മെന്റിന്റെ അറേഞ്ച്മെന്റുകൾ ദേ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദെയർ ഓൺ കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ. അവർക്ക് അവരുടേതായ കസ്റ്റമൈസ്ഡ് രീതി കൊണ്ടുവന്ന് അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അക്കോർഡിംഗ് ടു ദ നമ്പർ, അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ആൻഡ് ഓൾസോ അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. അങ്ങനെയായിരിക്കണം ഒരു പുതിയ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത്. എങ്ങനെ, എത്ര എണ്ണം വേണം. ഇപ്പൊ ഇവിടെ ഒരു 5 നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട് ഏതെങ്കിലും ഒക്കെ ഡിപ്പാർട്ട്മെന്റിലായിട്ട്. അപ്പൊ 5 ആളുകളുടെ ഒഴിവുണ്ട്. അപ്പൊ 5 ആളുകൾ വേണം. അതിന് ഏതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്രയൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് വേണ്ടത് അതും പറയണം. വേണ്ടേ, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഇന്നൊരു പൊസിഷനിൽ വേണ്ടേ, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഇന്ന പൊസിഷനിൽ വേണ്ടത്, അതും അത് സ്പെസിഫൈ ചെയ്ത് പറയണം. ആൻഡ് ഇങ്ങനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അറ്റ് മിനിമം പോസിബിൾ കോസ്റ്റ്. എന്താ അങ്ങനെ ഒരുപാട് ചേർക്കാൻ കാരണം ഏറ്റവും പോസിബിൾ ആകുന്ന മിനിമം ആയിട്ടുള്ള ചെലവിലായിരിക്കണം നമ്മള് ഹയർ ചെയ്യേണ്ടത്. ഒരുപാട് കാശ് സാലറി കൊടുക്കാൻ പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും വരെ അല്ലെ. പക്ഷെ മറ്റു ഓർഗനൈസേഷൻസില് ഇതേ പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ശമ്പളം, സാലറി, ആ പരിസര പ്രദേശങ്ങളിലൊക്കെ കൊടുക്കുന്ന ഓഫർ ചെയ്തിരിക്കുന്ന സാലറി എത്രയെന്നൊക്കെ ഒന്ന് അന്വേഷിക്കും ആളുകൾ. എന്നിട്ടായിരിക്കും ഇവിടെയും സാലറി ഫിക്സ് ചെയ്യുക. കാരണം എന്താ, ഒരുപാട് കൊടുക്കാന്നുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും. പക്ഷെ അവിടെ ചെയ്യുന്ന അതേ ജോലി തന്നെ ഇവിടെയും നമ്മൾ ചെയ്യുന്നു. പക്ഷെ എന്താ പറയാ, അവര് കൂടുതൽ സാലറി ഓഫർ ചെയ്ത് ചെയ്യുന്നു, ഇവിടെ കുറവ് സാലറി ഓഫർ ചെയ്തു. പക്ഷെ രണ്ടിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഒന്നും തന്നെയാണ്. അപ്പൊ പിന്നെ ആർക്കാ നഷ്ടം? കമ്പനിക്ക് നഷ്ടമല്ലേ. കൂടുതൽ സാലറി ഓഫർ ചെയ്തിട്ട് നമ്മൾ അവരെ ഹയർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവര് ഹയർ ചെയ്തേക്കുമ്പോ അവര് കുറവ് സാലറി ഓഫർ ചെയ്തിട്ട് അവരുടെ ഓർഗനൈസേഷനിൽ അതേ കാര്യങ്ങൾ തന്നെ കൊണ്ടുവരുന്നു. പക്ഷെ അപ്പൊ എന്ത് ചെയ്യും, ഈ സാലറി പാക്കേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ എക്സ്പെൻസ് അങ്ങോട്ട് കൂടുതൽ വർദ്ധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ അവരെ ഹയർ ചെയ്യാൻ ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റും നോക്കി വേണം റിക്രൂട്ട്മെന്റ് നടത്താൻ. അതാണ് ഓർഗനൈസേഷന്റെ റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് അറേഞ്ച്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ ഇല്ലേന്ന് വേഗം പറയണേ. ഓക്കെ, അപ്പൊ ഇല്ലേ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഇതാണ്. ഈച്ച് എന്റർപ്രൈസ് ഹാസ് ഇറ്റ്സ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ വിച്ച് ബ്രിങ്സ് ഇറ്റ്സ് ഡിസൈർഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മാൻ പവർ അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയ പൈസ ഓഫർ ചെയ്ത് കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക. എന്തായിരിക്കും അങ്ങനെ, അതൊന്നുകൂടി വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ സാലറിയാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ എംപ്ലോയീസ് അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ there will be some great അല്ലെങ്കിൽ വലിയ ഹൈ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ടു ദാറ്റ് ഓർഗനൈസേഷൻ. അതിന് നമുക്ക് മനസ്സിലാക്കാൻ അറിയും. ഇപ്പൊ സാലറി കുറവാണ്, പക്ഷെ എങ്കിലും ആ ഒരു ഓർഗനൈസേഷന് വലിയ ഗുഡ് വിൽ ഉണ്ട്, സൽപ്പേര് ഉണ്ട്. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തോ ഒന്ന് കൂടുതൽ അത്തരം ഓർഗനൈസേഷനിൽ ഉണ്ട്. അതുകൊണ്ടാണ് സാലറി ഇച്ചിരി കുറവാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഒരു ജോലി എന്നുള്ളത് വലിയൊരു സ്വപ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റിന് സാലറി ഓഫർ ചെയ്ത് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, ബുദ്ധിപൂർവ്വം ഓർഗനൈസേഷൻ കഴിച്ചു നമുക്ക് പറയാൻ പറ്റുക. അല്ലെങ്കിൽ ഒരുപാട് സാലറി ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും വരാനായിട്ട്. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ആ സാലറി കൊടുക്കുന്നത് അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്കൊരു വലിയ നഷ്ടമായിട്ട് വരുന്നു. നെക്സ്റ്റ് വൺ, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. ഇനി അപ്പൊ നമ്മള് റിക്രൂട്ട്മെന്റിന്റെ പോളിസീസ് ഫ്രെയിം ചെയ്തു. അതിന് കുറെ പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ പോളിസീസ് ഉണ്ടാക്കി.
അതിനുശേഷം നമ്മൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ് ചെയ്യും. എങ്ങനെയാണ് ആൾക്കാരെ എത്ര എണ്ണം വേണം, ആരൊക്കെ വേണം, ഏറ്റവും പോസിബിൾ കോസ്റ്റ് നമ്മൾ ഓഫർ ചെയ്തിട്ടും നമുക്ക് ജോലി ചെയ്ത് തരാമെന്ന് ഏറ്റിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവര് കൃത്യമായിട്ട് അതിനുള്ള അറേഞ്ച്മെന്റും ചെയ്യും. ആൻഡ് അടുത്തത് നമ്മുടെ ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ആണ്. എത്ര ആളുകൾ വേണം, നമ്മുടെ ഫോർകാസ്റ്റിംഗ് ആണ്, മീൻസ് പ്രീ പ്ലാനിങ് ആണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്താൽ മതി മുൻകൂട്ടി. അപ്പൊ മാൻ പവർ റിക്വയർമെന്റ്സ് എത്രയാണെന്ന് പ്ലാൻ ചെയ്യണം. ഇതില് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എ റിക്വസിഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ദ ലൈൻ ഒഫീഷ്യൽ. ഇതില് ഇപ്പൊ നമുക്ക് നോക്കാം, ഓരോ ഓർഗനൈസേഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ പല പല ഡിപ്പാർട്ട്മെന്റുകളിലും എപ്പോഴൊക്കെ വേക്കൻസി വരുന്നോ ആ വേക്കൻസി വരുന്നത് ലൈൻ മാനേജർ എന്ത് ചെയ്യണം? മാനേജ്മെന്റിനെ അറിയിക്കണം. ശരിക്കുള്ള ഓർഗനൈസേഷന്റെ HR മാനേജറിനെ അറിയിക്കണം. ഞങ്ങളുടെ ലൈനിൽ ഇത്ര ആളുകളുടെ കുറവുണ്ട്, ഇവിടെ ഇനിയൊരു ആളുകൂടി നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരും. വേറൊരാള് വേറെ ലൈനിലുള്ള മാനേജർ പറയണം. ആ ലൈൻ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? അവരോട് പറയണം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും ഇത്ര ആളുകളുടെ കുറവുണ്ട്. അപ്പൊ ആ ആളുകളെ കുറിച്ച് എത്ര എണ്ണം ആളുകള് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും വേക്കന്റ് ഉണ്ട് എന്നുള്ളത് അറിയണം. അന്നത്തെ ലൈൻ മാനേജർ അതിനു വേണ്ടി ഒരു ഇന്റന്റ് സമർപ്പിക്കണം, ഒരു ഇന്റന്റ് സബ്മിറ്റ് ചെയ്യണം. ഇന്റന്റ് ഓർ റെക്വിസിഷൻ. റെക്വിസിഷനിലോ എന്താ ഇത്ര ആളുകൾ വേണം എന്നുള്ള ഒരു പർച്ചേസ് ഓർഡർ വയ്ക്കണം. പർച്ചേസ് ഓർഡറിനാണ് ഇന്ത്യൻ റെക്വിസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആരെ പർച്ചേസ് ചെയ്യണം? ലേബറേഴ്സിനെ, എംപ്ലോയീസിനെ പർച്ചേസ് ചെയ്യണം. അപ്പൊ ഇത്ര എംപ്ലോയീസ് വേണം എന്നുള്ള കാര്യം ആരറിയിക്കണം? ലൈൻ മാനേജർ ആണ് HR മാനേജർ അറിയിക്കേണ്ടത്. ഇത്ര എംപ്ലോയീസ് വേണം, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര വേണം, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര വേണം. അങ്ങനെ മൊത്തം ഒരു 10-20 ആണെങ്കിൽ 20 എംപ്ലോയീസിനെ നമുക്ക് വേക്കൻസി ചെയ്ത് അവരെ വേണം എന്നുള്ള ഒരു റിക്വസിഷൻ ഹാവ് ടു ബി സബ്മിറ്റഡ് ബൈ ദ ലൈൻ മാനേജർ. തീർച്ചയായിട്ടും ലൈൻ ഒഫീഷ്യലാണ് അത് സമർപ്പിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ HR മാനേജറൊക്കെ കൂടി HR മാനേജേഴ്സ് ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജേഴ്സ് ഒക്കെ കൂടി ചേർന്ന് ഈ ഇന്റന്റ് അവർ പരിശോധിക്കും, ചെക്ക് ചെയ്യും. ഈ പറഞ്ഞേക്കണ പോസ്റ്റിലേക്കുള്ള ഒഴിവുകളൊക്കെ തന്നെ ഉണ്ടോ, അല്ല നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ കൃത്യമായിട്ട് നോക്കുക, റെഫർ ചെയ്ത് നോക്കും. They have to check that intent which is submitted by the line managers, by the department or branch. ഏതൊക്കെ പോസ്റ്റിലേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ പറയുന്ന ആൾക്കാർ വേണം. ഈ പറഞ്ഞ ഇന്റന്റിൽ പറഞ്ഞ എണ്ണം തന്നെയാണോ, കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഒന്ന് ചെക്ക് ചെയ്യും. അല്ലാണ്ട് ഇന്റന്റിൽ പറഞ്ഞ 20 എംപ്ലോയീസിന് വേണമെന്ന് പറയുമ്പോൾ തന്നെ കൂടി പോയിട്ട് 20 എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയല്ല. ഈ ഇന്റന്റിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുകളൊക്കെ കൃത്യമാണോ എന്ന് പറഞ്ഞത് എന്നുള്ളതൊക്കെ ഒന്ന് ഇന്റന്റ് വെച്ചൊന്ന് നോക്കും, നോക്കും. ആൻഡ് ഇറ്റ് ഈസ് കറക്റ്റ്. ആ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവര് പ്ലാൻ ചെയ്യും. ആ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകും? ഇനീഷ്യൽ പേയ്മെന്റ്, ആ സാലറി ആയിട്ട് അവർക്ക് എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പേയ്മെന്റ് സ്കെയിൽ, സാലറി സ്കെയിൽ ഉണ്ടാവുമല്ലോ. സാലറി ഇത്ര, PF-ലേക്ക് ഇത്ര, TA DA എന്ന് പറഞ്ഞ ഇത്ര, എന്നിട്ട് ആ ഒരു സ്കെയിലൊക്കെ ഇങ്ങനെ പറയും. ആ സ്കെയിൽ ഉണ്ടെങ്കിൽ അത്, അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അലവൻസസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ജോബിനെ കുറിച്ചിട്ട് ജോബ് സ്പെസിഫിക്കേഷൻസ്, ഇന്ന ജോലിയാണ് എന്നുള്ള കാര്യങ്ങള്, ആൾക്ക് ഇന്ന ആൾക്ക് ഇന്ന ജോലി കൊടുക്കണം, ഇന്ന ആൾക്ക് ഇന്ന ജോലി കൊടുക്കണം. പിന്നെ മാൻ സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ ഏതാൾക്കാണ് ഇന്ന ജോലി കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂടി ആരുമായിട്ട് കൺസൾട്ട് ചെയ്യും? ഈ ലൈൻ മാനേജേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിനെ കുറിച്ച് ഒരു ഡിസിഷൻ, ഒരു പ്ലാനിങ് തയ്യാറാക്കും. അതാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഫോർകാസ്റ്റിൽ എന്തൊക്കെയാണ് പെടുന്നത്? ലൈൻ മാനേജേഴ്സ് ആദ്യം തന്നെ ഒരു റിക്വസിഷൻ അല്ലെങ്കിൽ ഒരു ഇന്റന്റ് ഫോർ പർച്ചേസിംഗ് എംപ്ലോയീസിനെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ റിക്വസിഷൻ അല്ലെങ്കിൽ ഇന്റന്റ് ആദ്യം തന്നെ സബ്മിറ്റ് ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിലും ആരൊക്കെയാണ് എത്ര വാക്കൻസീസ് ഉണ്ട് എന്നുള്ളത് ഈ ഇന്റന്റുമായിട്ട് ചെക്ക് ചെയ്ത് അതിനുശേഷം നോക്കും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ പിന്നീട് നമ്മൾ റിക്രൂട്ട്മെന്റിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്യുക. ഈ റിക്രൂട്ട്മെന്റ് അറേഞ്ച്മെന്റ്സിൽ അവരുടെ സ്കെയിൽ, അതായത് സാലറി സ്കെയില്, അതുപോലെ മറ്റ് അലവൻസുകള്, ഇനീഷ്യൽ പേയ്മെന്റ്, പിന്നെ ജോബ് സ്പെസിഫിക്കേഷൻസ്, മാൻ സ്പെസിഫിക്കേഷൻസ്, ഇതൊക്കെ എന്തായിരിക്കും എന്ന് നേരത്തെ കുട്ടികളോട് തീരുമാനിച്ചു വെക്കലാണ് ഇത് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് പറയാം. റിക്വസിഷൻ ഓർ ഇന്റന്റ് എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. അല്ല, എന്താണെന്നുള്ളതല്ല, റിക്വസിഷൻ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അണ്ടർലൈൻ ചെയ്യണം.
അതിനുശേഷം if the intent sentence if the intents are found correct, the proposed recruitments are authorized and the initial pay, the scale and other admissible allowances are decided. Okay, ആ sentence underline ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കാം. അത് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, പറയുന്നുട്ടോ. അത് ഇപ്പുറത്ത് ഇരിക്കുന്നവര് ഒന്ന് തമ്പിട്ടാതെ എനിക്ക് സ്ക്രീനില് വിസിബിൾ ആകുന്നവര് ചുമ്പിട്ടാതെ ഞാൻ അല്ലെങ്കിൽ ഈ നോട്ട് അവിടുന്ന് എന്താ പറയാ മിനിമൈസ് ചെയ്തിട്ടാണ് ഞാനിപ്പോ നോക്കണം. ആരെങ്കിലും തമ്പറുണ്ടോന്ന്. ഇല്ലെങ്കില് മനസ്സിലായില്ലല്ലേ നമ്മൾ വിചാരിക്കാം. അപ്പൊ ഇവിടെ ഇപ്പുറത്താണ് തമ്പിടുന്നത്. നമ്മുടെ ഈ പ്രസന്റേഷൻ വന്നിരിക്കുന്നവരുടെ തമ്പുകൾ ഏഞ്ചൽ, സൗപർണിക, പിന്നെ ആണെന്ന് തോന്നുന്നത്, പേര് വായിക്കാൻ പറ്റില്ല, പ്രിയ, അവരൊക്കെ തമ്മിലുണ്ട്. അത് ഇപ്പുറത്തെ സൈഡിലാണ്, നമ്മുടെ പ്രസന്റേഷൻ വന്നിട്ടുള്ള സൈഡിലാണ്. ഇപ്പുറത്ത് ഇരിക്കുന്നവർ ആരും തമ്മിടുന്നില്ല. അപ്പൊ എനിക്കിത് മിനിമൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രസന്റേഷൻ മിനിമൈസ് ചെയ്തിട്ടാണ് നോക്കണേ. ഓക്കെ, ഈ പ്രീത നായർ, അനുമോൾ, രേണു ഷാജി, നേഹ, വിനോദ്, ഇവരൊക്കെ ഇപ്പുറത്ത് ഇങ്ങനെ സ്ഥലത്ത് പറയാമെന്നുകൂടി പറയാം. അപ്പൊ അവരൊന്ന് തമ്മിട്ടാൽ കുറച്ചുകൂടി നന്നായിരുന്നു. കാരണം അവരാണ് എനിക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് തമ്മിടുമ്പോ എനിക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, വാട്ടവറി നോക്കാം. അതായത് ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ പ്ലാൻ ചെയ്യുക. എത്ര ആൾക്കാർ വേണം എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെയൊക്കെയാണ് ക്വാണ്ടിറ്റി മിനിമം പോസിബിൾ കോസ്റ്റിലൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അത് രണ്ടാമത്തെ പ്രൊസീജിയർ കഴിഞ്ഞു. മൂന്നാമത്തേത് മാൻ പവർ റിക്വയർമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർകാസ്റ്റ് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ബിസിനസിന്റെയും ലൈൻ മാനേജർമാര് അവരുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ അവരുടെ ഏതൊക്കെ സ്ഥലത്താണ് ഓരോ ഭാഗം അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ഈ ടെക്സ്റ്റൈൽ ഷോപ്പില് പല മൾട്ടി സ്റ്റോറിയുടെ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇപ്പൊ ഉള്ള ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ. 2, 3, 4, 5 ഒക്കെ നിലയാണുള്ളത്. അപ്പൊ ഈ ഓരോ ഫ്ലോറിലും മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ലൈൻ മാനേജേഴ്സ്. അപ്പൊ ഓരോ ഫ്ലോറിന്റെയും ആ ഫ്ലോറിന്റെ മൊത്തം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ആ ഫ്ലോറിൽ ഏതെങ്കിലും സ്ഥലത്ത് വേക്കൻസി ഉണ്ടെങ്കിൽ, ഇപ്പൊ സെയിൽസ് ഗേൾസിന്റെ അടുത്ത്, സെയിൽസ്മാന്റെ അടുത്തോ അല്ലെങ്കിൽ ക്യാഷിലോ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പാക്കിങ്ങിലോ എന്തെങ്കിലുമൊക്കെ കാര്യത്തില് ഒഴിവുകളുണ്ടെങ്കിൽ ഈ ലൈൻ മാനേജറാണ് അത് കണ്ടെത്തുക ഇങ്ങനെയുള്ള പൊസിഷനിൽ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ആ ഫ്ലോറിലെ ആ ലൈൻ മാനേജർ എന്ത് ചെയ്യും, അവിടുത്തെ ആ ഫ്ലോറിലുള്ള എത്ര വേക്കൻസി ഉണ്ടെന്ന് കണ്ടെത്തും. അത് ഇനി അടുത്ത ഫ്ലോറിലുള്ള ആളുകൾ അവരതുപോലെ തന്നെ കണ്ടെത്തും. ഇതെല്ലാം കൂടി ഇവിടെ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം. കാരണം ഹ്യൂമൻ റിസോഴ്സുകളുടെ എല്ലാ കാര്യങ്ങളും അവരെ റിക്രൂട്ട് ചെയ്യുന്നത് മുതൽ റിട്ടയർമെന്റ് വരെയുള്ള എല്ലാ കാര്യവും പരിഗണിക്കുന്നത് ആരാ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ അവരാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന എത്ര എണ്ണം വേക്കൻസീസ് ഉണ്ട് ഓരോ ഫ്ലോറിലും അല്ലെങ്കിൽ ഓരോ ലൈനില്. ഇവിടെ ഫ്ലോറിന് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ എല്ലാ ലൈനിലും എത്ര ആളുകൾക്ക് വേക്കൻസി ഉണ്ടെന്നുള്ളത് വെക്കും. അതിനെയാണ് നമ്മൾ ഇന്റന്റ് എന്ന് വിളിക്കുക. പർച്ചേസ് ഓർഡർ, ഇന്റന്റ് അല്ലെങ്കിൽ റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ ആണ്. റിക്വസിഷൻ ഫോർ സം മെഡിസിൻ ഫ്രം എ മെഡിക്കൽ സ്റ്റോർ അല്ലെ. ഒരു വലിയ മെഡിക്കൽ ഷോപ്പുകാര് അവരുടെ എന്താ പറയാ മെഡിക്കൽ ഷോപ്പിലേക്ക് വേണ്ട കുറെ മെഡിസിൻസ് വേണം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയുള്ള പർച്ചേസ് റിക്വസിഷൻ. അതായത് റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഇന്റന്റ് ഒരു ഓർഡർ വെക്കും, എസ്റ്റിമേറ്റ് ചെയ്ത് ഇത്ര ക്വാണ്ടിറ്റീസ് ഇന്ന മെഡിസിൻസ് ഒക്കെ വേണം. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ഓർഡർ വെക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. എല്ലായ്പ്പോഴും വേണം. നമ്മളിപ്പോ കടയിൽ പോയിട്ട് തേയില, പഞ്ചസാര, അരിയൊക്കെ വാങ്ങിക്കുമ്പോ നമ്മൾ പർച്ചേസ് ഓർഡർ ഒന്നും കൊടുക്കുന്നില്ല. നമ്മളൊക്കെ നമ്മളുടെ അക്കൗണ്ടൊക്കെ തന്നെ പറയുന്ന ഒരു ഓർഡറാണ് അല്ലെ. അതേസമയം കുറെ കൂടുതൽ ക്വാണ്ടിറ്റീസിൽ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യില്ലേ. പരസ്പരം ചിലപ്പോൾ ഹോൾസെയിൽ കടകളിൽ നിന്ന് റീറ്റെയിൽ കടകളായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഹ്യൂമൻ റിസോഴ്സുകൾ കുറവ് വരുമ്പോ, വേക്കൻസീസ് വരുമ്പോ ഇത്തരം ഒരു റിക്വസിഷൻ നമ്മുടെ ലൈൻ മാനേജേഴ്സ് സബ്മിറ്റ് ചെയ്യണം. ആ റിക്വസിഷനിൽ പറഞ്ഞിരിക്കുന്ന എണ്ണം തന്നെ അത്രയും പോസ്റ്റുകൾ ഒഴിവുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. HR ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിയുമ്പോൾ അവരത് നോക്കണം. ഈ പറയുന്ന ലൈനില് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ ഇങ്ങനെ വേക്കൻസി ഉള്ളതാണോ, കറക്റ്റ് ആണോ, ഇവർ തന്നിരിക്കുന്ന ആ റിക്വസിഷൻ നമ്പർ ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവരൊന്ന് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ്, അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം. ആ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം അവർക്ക് എത്ര സ്ഥലങ്ങൾ കൊടുക്കും. റിക്രൂട്ട്മെന്റിൽ ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ്. ആ റിക്രൂട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക്
എത്ര സാലറി കൊടുക്കും, ബേസിക് പേയ്മെന്റ്, ഇനീഷ്യൽ പേയ്മെന്റ് എത്ര കൊടുക്കും, പിന്നെ അവരുടെ പേയ്മെന്റ് സ്കെയിൽ വേറെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ സാലറിക്ക് പുറമെ TA DA ഒക്കെ കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത്, പിന്നെ മറ്റ് അലവൻസുകൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യും. പിന്നെ കൂടാതെ ജോബ് സ്പെസിഫിക്കേഷൻ, എന്ത് ജോലിയാണ് ഇന്ന ആൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ മാൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാണ് പ്രാധാന്യം, ആ ആളെ ഇന്ന ജോലിയിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് നേരത്തെ കൂടി അതെന്ത് ചെയ്യുന്നു, തീരുമാനിച്ചു വയ്ക്കും. ആരുമായി കൺസൾട്ട് ചെയ്തിട്ടാ? ലൈൻ മാനേജറാണല്ലോ ഇത്ര വേക്കൻസി എന്ന് പറഞ്ഞത്. അപ്പൊ ലൈൻ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സിനുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി വയ്ക്കും. ഇതെല്ലാം തീരുമാനിച്ചു വെക്കലാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞത്. Now you got it? ഇപ്പൊ മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട്? യെസ്, വെരി ഗുഡ്. അടുത്ത പ്രൊസീജിയർ ആണ്. അപ്പൊ നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലെ നെക്സ്റ്റ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ് എന്താണെന്ന് അന്വേഷിക്കണം. സോഴ്സ്, ദാറ്റ് മീൻസ് ഫ്രം വേർ വി ക്യാൻ ഒബ്റ്റെയിൻ ദാറ്റ് മാൻപവർ അല്ലെങ്കിൽ ദാറ്റ് എംപ്ലോയീസ്. അത്തരം ജോലിക്കാരെ ഈ പറയുന്ന ഒഴിവുകളിലേക്ക് നമുക്ക് എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്, അതിന്റെ സ്രോതസ്. എംപ്ലോയീസിനെ എവിടെ നിന്ന് കിട്ടുന്നു? അത് ഭയങ്കര ചോദ്യമാണല്ലോ. എംപ്ലോയീസിനെ എവിടെ നിന്ന് കിട്ടുന്നത്? എംപ്ലോയീസിനാണ് എന്താ പറയാ, ക്ഷാമം അല്ലെ? എംപ്ലോയീസിന് ഇത്ര ക്ഷാമം ഉണ്ടോ? ഒത്തിരി ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. അവർ പഠിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷന് ഇക്വലന്റ് ആയിട്ടുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് അല്ലെ ഇങ്ങനെ നടക്കുന്ന ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്. ജോലിക്കാർക്കാണ് ഇത്ര ക്ഷാമം നമ്മൾ ചോദിക്കും അല്ലെ. പക്ഷെ അത് കിട്ടുന്ന സ്രോതസ്സുകൾ പലതാണ്. നമുക്കറിയാവുന്നത് പോലെയാണോ എന്നറിയില്ല. നോക്കാം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ആളുകളെ. സോ ഇതിനെ ബ്രോഡ് ആയിട്ട് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ഇന്റേണൽ സോഴ്സ് ആൻഡ് ഓൾസോ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പൊ എംപ്ലോയീസിന് കിട്ടാനുള്ള സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ഇന്റേണലും എക്സ്റ്റേണലുമാണ്. ഇന്റേണൽ എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the employees which have to be obtained from inside the organization. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ ലഭ്യമാകാവുന്ന എംപ്ലോയീസ് ആണ് ഇന്റേണൽ സോഴ്സ് ഓഫ് എംപ്ലോയീസ് വിളിക്കാം. എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഇതൊരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്, ടെക്നിക്കൽ സ്റ്റാഫ്സ് ഉണ്ട്, PROs ഉണ്ട്, ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ആൻഡ് ഒരുപാട് പേർക്ക് പല പല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസും ഉണ്ട്. ടീച്ചേഴ്സിന് ചിലർക്ക് വളരെ നല്ല രീതിയിൽ ടെക്നിക്കൽ സൈഡ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട് അല്ലെ. ഒരുപാട് മറ്റു ക്വാളിറ്റീസും ഉള്ളവരും ഉണ്ട്, സ്കിൽസ് അല്ലെ. അതുപോലെ എല്ലാവരും ഉണ്ട്. ടെക്നിക്കലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് മറ്റു ക്വാളിറ്റീസ് ഉള്ളവരുണ്ട്. ഇപ്പൊ PROs നിങ്ങൾ ചെക്കോ ഇപ്പോൾ കളക്ട് ചെയ്യുന്ന ആൾക്കാർ PROs ആണ്. അവിടെയും ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും പല മറ്റു കഴിവുകൾ ഉള്ളവരും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇഫ് ദർ ഈസ് സം വേക്കൻസി ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ടീച്ചേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിലോ ടെക്നിക്കലിലോ PROസിന്റെ അവിടെയോ എവിടെയെങ്കിലും ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. മേ ബി റിക്രൂട്ടഡ് ഫ്രം ഔട്ട്സൈഡ്, നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ആളുകളെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യാം. അതല്ല മറ്റൊരു ചോയ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഒരു റിക്രൂട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഇൻസൈഡിൽ തന്നെ, പുറത്തും നമ്മൾ ആളുകൾ കൊടുക്കുന്നില്ല തൽക്കാലം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അകത്ത് തന്നെയുള്ള ആളുകളിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ചെറിയ അറേഞ്ച്മെന്റ് നടത്തി വേണമെങ്കിൽ ആ വേക്കൻസി നമുക്ക് ഫില്ല് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പൊ വലിയ കുഴപ്പമില്ല. PROസിൽ നിന്ന് ഇപ്പോൾ ടീച്ചറിന്റെ ഒഴിവുണ്ട്, നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ മറ്റ് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആള് ആ PROന്റെ വർക്ക് ചെയ്യുന്നത്. ആൾക്ക് നല്ല സ്കില്ലുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ഒരു ടീച്ചിങ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് എന്നതുപോലെ വേണമെങ്കിൽ നമുക്ക് ആളെ വേണമെങ്കിൽ ആ ടീച്ചിങ്ങിലേക്ക് ഒരാളെ പറഞ്ഞിട്ട് അങ്ങനെയില്ല. ഓക്കെ, അങ്ങനെ ഏത് ബിസിനസ് ഓർഗനൈസേഷനിലും എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഇന്റേണൽ അറേഞ്ച്മെന്റുകൾ ഇന്റേണൽ സോഴ്സിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്നിലെ ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ ഈ ഓർഗനൈസേഷൻ ഇതിന് ഇതുപോലെ തന്നെ ഇതിന്റെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും. അപ്പൊ അവിടെയാണോ ഒരു വേക്കൻസി ഉള്ളത് അല്ലെങ്കിൽ 2 വേക്കൻസി, അപ്പൊ ഇവിടെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആളുകളുണ്ട്, ഇവിടെ വേണമെങ്കിൽ എന്തുവരെ അങ്ങോട്ടേക്ക്, അപ്പൊ അവരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രൊമോഷനിലൂടെ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാ, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി മുകളിലുള്ള ഭാഗത്ത് ഒരു വേക്കൻസി വന്നു, പക്ഷെ അവിടെ നമുക്ക് പുറത്തുനിന്ന് വേറൊരാളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ നിന്നുള്ള ആളെ തന്നെ പ്രൊമോട്ട് ചെയ്ത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റി വിടുന്നു. അങ്ങനെ ഇന്റേണൽ സോഴ്സിൽ നിന്ന് തന്നെ ഇൻസൈഡ് ദ ഓർഗനൈസേഷനിൽ തന്നെ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പേറോളിനകത്ത് ഉള്ള ആളുകളെ തന്നെ, പേറോൾ അപ്പോ
എന്താണ് പേറോൾ എന്ന് പറഞ്ഞാൽ? എല്ലാ റോളും നമ്മൾ കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പേറോൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പേറോൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല ആരും? കേട്ടിട്ടുണ്ട് അല്ലേ? എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ പേറോള്? പേറോൾ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാ? അനുമോൾ കേട്ടിട്ടുണ്ട്. അനുമോൾക്ക് പറയാമോ? സൗണ്ട് നോക്കിയെടുക്കാണോ? യെസ്, സാലറിയുമായി ബന്ധപ്പെട്ട. സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല. സാലറി മ്യൂട്ട് ചെയ്യാനിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ടിൽ ഇല്ലല്ലോ? സൗണ്ട് എന്താ പറയാ, മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കാറ്. പക്ഷെ വേറെ പ്രശ്നമൊന്നും നിങ്ങൾ പറയാറില്ലാത്തത് കൊണ്ടും പെട്ടെന്ന് ഞാൻ കയറുമ്പോ തന്നെ അത് മറന്നു പോകുന്നതുകൊണ്ടും സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സാലറിയുമായി ബന്ധപ്പെട്ടതാണ്. അത് സാലറിയാണ്. അതൊരു സാലറി ഷീറ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെയും സാലറി വേജസ് എന്താണോ അത് ഇങ്ങനെ കൃത്യമായിട്ട് ഇവിടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ഇത് എക്സലിലൊക്കെ അങ്ങനെ ചെയ്ത് വർക്ക് സ്പ്രെഡ്ഷീറ്റിലൊക്കെ ചെയ്ത് വെക്കും. പേരുകളും അവർക്ക് കിട്ടുന്ന ബേസിക് സാലറി പ്ലസ് 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 എന്തൊക്കെ PA, DAയോ PFോ അങ്ങനെയുള്ള മാറ്റങ്ങൾ, ഡിഡക്ഷൻസോ അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒറ്റ ഷീറ്റിൽ ഇങ്ങനെ ഒറ്റ അടിക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പൊ അതാണ് പേറോൾ. ആ പേറോളിലുള്ള ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയോ പ്രൊമോട്ട് ചെയ്തോ ട്രാൻസ്ഫർ ചെയ്തോ അപ്ഗ്രേഡ് ചെയ്തോ ഒക്കെ എന്ത് ചെയ്യുന്നു? അറേഞ്ച്മെന്റുകൾ ഇൻസൈഡ് ദ ഓർഗനൈസേഷനിൽ തന്നെ നടത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റേണൽ സോഴ്സ് വിളിക്കുക. അവിടെ ഉള്ളവർ തന്നെ, പുതിയതായിട്ട് നമ്മൾ പുറത്തുനിന്ന് ആരും എടുക്കുന്നില്ല. അതാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? രണ്ട് സോഴ്സസ് ഉണ്ട്, ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും. അതിൽ ഇന്റേണൽ സോഴ്സും അണ്ടർലൈൻ ചെയ്യാം. ഇന്റേണൽ സോഴ്സ് consists of personnel who are already on the payroll of the organization. Organization that is its present working force എന്നാണ്. That is under, ഞാൻ പെട്ടെന്ന് ഒരു ഐസ് കാണുന്നുണ്ട് അവിടെ, ICE. That is ആണ്. IE എന്നായിരുന്നു, C അതിന്റെ ഇടയ്ക്ക് പോയി. കൂടുതലുണ്ടോ അവിടെ? ഞാൻ പെട്ടെന്ന് എന്താ അവിടെ ഒരു ഐസ് വന്നേക്കണെന്ന് വിചാരിച്ചു. ഞാൻ അത് കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടേ, പെട്ടെന്ന് വായിച്ചപ്പോഴാണ് കണ്ടേ. ഓക്കെ, ആൻഡ് ഓൾസോ അത് എങ്ങനെയൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യണം. whenever any എന്താ പറയാ റിക്രൂട്ട്മെന്റ് ഈസ് റിപ്പോർട്ടഡ്, somebody within from the organization will be upgraded. അത്ര മതി. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ പ്രസന്റ് വർക്ക് ഫോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പേറോളിൽ നിന്ന് ഏതെങ്കിലും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന രീതി, അതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഏതാണ്? നമുക്ക് അറേഞ്ച്മെന്റ് ഡെവലപ്മെന്റ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സോഴ്സ് ഏതാണ്? അതാണ് എക്സ്റ്റേണൽ. അപ്പൊ എക്സ്റ്റേണൽ എന്തായിരിക്കും? റിക്രൂട്ടിംഗ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ പുറത്തുനിന്ന് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ് അല്ലെ? അപ്പൊ ഈ ഏത് വേണമെങ്കിലും രീതി അവലംബിക്കാം. ഓരോ ഓർഗനൈസേഷനും അവരുടേതായ രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്താം എന്നുള്ള രീതി ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാവർക്കും ഫോളോ ചെയ്യാം. ഏത് ബിസിനസ് ഓർഗനൈസേഷനും അല്ലാതെ ഇന്ന രീതിയിൽ തന്നെ നിങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്താൻ പാടുള്ളൂ എന്ന് ഒരു നിയമവും ഒരു ഇടത്തും എഴുതി വെച്ചിട്ടില്ല. കസ്റ്റമൈസ്ഡ് രീതിയിൽ ചെയ്യാം. അതുകൊണ്ട് ഇന്റേണൽ സോഴ്സ് ചെയ്ത് വേണമെങ്കിൽ അവർക്ക് റിക്രൂട്ട് ചെയ്യാം. എക്സ്റ്റേണൽ സോഴ്സുകൾ പുറത്തുനിന്ന് വേണമെങ്കിൽ റിക്രൂട്ട് ചെയ്യാം. ഈ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്? ഏതൊക്കെയാണ്? ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്. അതായത് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിട്ട് പുറത്തിറങ്ങുന്ന ഫ്രഷേഴ്സ് ആണ്. അത് ന്യൂ എൻട്രൻസ്. ലേബർ ഫോഴ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന പഠിത്തങ്ങളൊക്കെ തീർന്നിട്ടേ തൊഴിൽ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ അതിനകത്തേക്ക് വന്നു ചേരുന്ന പുതിയ ആളുകൾ, അതാണ് ഫ്രഷേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്. എല്ലാവരും ചെറുപ്പക്കാരായിരിക്കും. കാരണം 10, 22, 25, 28 വയസ്സൊക്കെ എല്ലാ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഒക്കെ പഠിച്ചു. അങ്ങനെയുള്ള പുതിയ അങ്ങനെ വന്നു ചേരുന്ന ആൾക്കാരാണ് ന്യൂ എൻട്രൻസ്. അവരെ വേണമെങ്കിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യാം, ഫ്രഷേഴ്സിനെ. ഓക്കെ, നെക്സ്റ്റ് വേണം അൺഎംപ്ലോയിഡ്. ജോലി ഇല്ലാതെ നടക്കുന്നവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽ ആൻഡ് എബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ദേ ആർ നോട്ട് എംപ്ലോയിഡ്. ഒരു രീതിയിലും ഒരിടത്തും തങ്ങളുടേതായ സേവനം കൊടുക്കുകയോ അവരിൽ നിന്നൊരു ഇൻകം ഇങ്ങോട്ട് പറ്റുകയോ ചെയ്യാത്ത ആളുകൾ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ സൊസൈറ്റിയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ? അത് അങ്ങനെയുള്ളവരെ വേണമെങ്കിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. റിട്ടയേർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നമുക്കറിയാം റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ നമുക്കറിയാം റിട്ടയർമെന്റ് പ്രായമുണ്ട് അല്ലെ? ചില ഗവൺമെന്റ് ജോലികളിലൊക്കെ ഒരു റിട്ടയർമെന്റ് ഒരു പ്രായ പരിധിയും അല്ലെ? ആ പ്രായപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് റിട്ടയർമെന്റ് ഒക്കെ കൊടുത്ത്
ആഘോഷമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നെത്തും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിലും റിട്ടയർമെന്റ് പ്രായം 58 ഇപ്പൊ കാണുമ്പോൾ ചില 58 ആളുകളെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും എന്താ പറയാ എനർജി, ആ ഒരു ലുക്കും അപ്പിയറൻസും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് പണ്ടത്തെ ഇതിലുണ്ട്. അപ്പൊ ആ ഒരു ആൾക്ക് എനർജിയും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള എബിലിറ്റിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവര് അത് ചെയ്യാനായിട്ട് വില്ലിങ്ങും ആണെങ്കിൽ അങ്ങനെയുള്ളവരെയും നമുക്ക് പുറത്തുനിന്ന് ഹയർ ചെയ്യാം അല്ലെ. അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ജോലിക്ക് ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു, പിന്നെ വെറുതെ വീട്ടിലിരിക്കേണ്ട, നമ്മൾ എനർജറ്റിക് ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, രോഗങ്ങളൊന്നുമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ജോലി ചെയ്യാൻ നമ്മുടെ വില്ലിങ് ആണ് എങ്കിൽ നമ്മളുടെ സേവനം ഇനിയും നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടിയും ഇക്കോണമിയിലെ ഉള്ള ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ളവരെയും വേണമെങ്കിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യാം. പിന്നെ മറ്റു വിഭാഗം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാം. പുറത്തുനിന്ന് പറയുമ്പോൾ എന്താ പറയാ, പിന്നെ നമ്മളിപ്പോ ബിസിനസ് ഇപ്പൊ ഇവിടെ ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഇവിടെ നമുക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ തമ്മിൽ പരസ്പരം അങ്ങോട്ട് പറഞ്ഞു വേക്കൻസി ഉണ്ട്, നമുക്ക് അറിവിലുള്ള ആരെങ്കിലും ഉണ്ടോ, അപ്പൊ അങ്ങനെ ഇൻഫോം ചെയ്തിട്ട് നമ്മൾ വഴിയോ അല്ലെങ്കിൽ വഴിയൊക്കെ പുറത്തുനിന്ന് നമ്മൾ പറയാറുണ്ട് എനിക്ക് പറ്റിയുള്ള ഒരാളുണ്ട്, എന്റെ ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ കസിൻ ഉണ്ട്, അങ്ങനെ നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുമല്ലോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ അതും പുറത്തുനിന്ന് വരുന്നവരാ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ഒക്കെ ആകാം. അതുകൊണ്ടാണ് ഒരു അതേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എക്സ്റ്റേണൽ സോഴ്സുകളാണ്. മനസ്സിലായോ? എക്സ്റ്റേണൽ സോഴ്സ് അണ്ടർലൈൻ ചെയ്യാം. ഈ സോഴ്സസ് വിച്ച് ലൈക്ക് സെന്റൻസിനകത്തൊന്നൊരു ചെറിയ മാറ്റാൻ പറ്റുമോ? എക്സ്റ്റേണൽ സോഴ്സ് കൺസിസ്റ്റ് ഓഫ് റിക്രൂട്ട്. വിച്ചൊന്നും വേണ്ട അവിടെ, വിച്ച് ലൈൻ വേണ്ടല്ലോ. These sources consist of recruitment from outside the organization. കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പുറത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ 4 പോയിന്റുകളും ഒന്ന് ടിക്കിടണം. 4 പോയിന്റ് ടിക്കിട. യെസ്. അടുത്തത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡുകളും ടെക്നിക്കുകളും? ഓക്കെ, എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ടെക്നിക്ക്? പ്രധാനമായിട്ടും there are 3 methods or techniques of recruitment. 3 രീതിയിൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് എവിടെ വെച്ചാണ് സോഴ്സ് കേട്ടോ പറഞ്ഞത്, ഡയറക്റ്റും എന്താ പറയാ ഇന്റേണലും എക്സ്റ്റേണലും. നമ്മൾ നേരത്തെ പറഞ്ഞത് എവിടെ നിന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ റിക്രൂട്ട്മെന്റുകൾ നടത്താം. അത് ഇന്റേണൽ സോഴ്സിൽ നിന്നും ഔട്ട്സൈഡ് സോഴ്സിൽ നിന്നും. ഓക്കെ, അതേസമയം ഇത് മെത്തേഡാണ്. ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റ് നടത്താം? ഒന്നാമത്തേത് ഡയറക്ട് മെത്തേഡ്, സെക്കൻഡ് വൺ ഇൻഡയറക്ട് മെത്തേഡ് ആൻഡ് തേർഡ് വൺ തേർഡ് പാർട്ടി മെത്തേഡ്. നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഡയറക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാലേ ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ദേ ഫൈൻഡ് സം വേക്കൻസീസ്, അവിടെ കുറച്ച് വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയുമോ, അവര് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സിനെ കോളേജസിലേക്കോ അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കൊക്കെ എന്ത് ചെയ്യും, വിടും. എന്നിട്ട് അവിടുത്തെ ആളുകളുമായിട്ട് അവരുടെ ഇവര് എന്ത് ജോലിയാണോ അവിടെ ചെയ്യേണ്ടത് അത് അവിടെ എക്സിബിറ്റ് ചെയ്യും, പ്രദർശിപ്പിക്കും. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവര് പ്രദർശിപ്പിക്കും അവിടെ. അപ്പൊ അങ്ങനെ എന്താ പറയാ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രദർശനമൊക്കെ നടത്തി അവിടെ നിന്ന് ആളുകളെ കണ്ടെത്തുന്ന രീതി. അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചിലപ്പോൾ അവിടെ നിന്ന് അവർക്ക് കണ്ടുമുട്ടാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ കോളേജസിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകളിലേക്കൊക്കെ ഡയറക്റ്റ്ലി നമ്മൾ ട്രാവലിംഗ് റിക്രൂട്ടേഴ്സിനെ അയച്ച് ജോലിക്കാരെ കണ്ടെത്തുന്ന രീതി, അത് ഡയറക്റ്റ് മെത്തേഡ് മിക്ക ആളുകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ എറണാകുളത്തൊക്കെ ഉള്ള ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അവരുടെ ജോലി എന്താണോ അത് അവരവിടെ
അവിടെ ഒരുപാട് ഇതുപോലുള്ള കോളേജസിലോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെന്നിട്ട് അവരുടേതായ ജോലി അവർക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുകയും അങ്ങനെ ആൾക്കാരൊക്കെ ജോലിക്ക് എടുക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് പോലെയൊക്കെ. ഓക്കെ, പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഓഫർ ചെയ്തില്ലേ നേരത്തെ തന്നെ. അതും സൗണ്ട് കേട്ടിട്ടാണോ കൊച്ചിനെ അറിയണേ? ഉറങ്ങി കേട്ടോ കൊച്ചിനെ? സൗണ്ട് ഓഫ് ചെയ്തിട്ടാ ചോദിച്ചോളൂ. ഞാൻ സൗണ്ട് ഡിസ്റ്റർബൻസ്. ഓക്കെ, പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴില്ലേ അത് നേരത്തേക്ക് കൂട്ടി പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, അവർ ഓഫർ ചെയ്യും. പ്ലേസ്മെന്റ് ഉണ്ട് അല്ലെ, ഇത്ര പെർസെന്റേജ് ഓഫ് മാർക്ക് കിട്ടുന്നതുകൊണ്ട് പ്ലേസ്മെന്റ് ഉണ്ട്, അല്ലാതെ 100% പ്ലേസ്മെന്റ് ഉണ്ടെന്ന് ഓഫർ ചെയ്യും നേരത്തെ തന്നെ. അങ്ങനെ അതല്ലാതെയും ചില ബിസിനസ് ഓർഗനൈസേഷൻസ് നേരിട്ട് അവരുടെ ജോലിക്ക് അവിടെ ആളുകളുടെ വേക്കൻസീസ് വരുമ്പോൾ നേരിട്ട് പോയിട്ട് ഇത്തരം ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ പ്രൊഫഷണൽ കോളേജസോ ഒക്കെ ചെന്നിട്ട് ടെക്നിക്കൽ വിഭാഗത്തിലൊക്കെ കൂടുതലും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അവരുടെ ജോലി എന്തൊക്കെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ എക്സിബിറ്റ് ചെയ്തോ കാണിച്ചിട്ട് അവിടെ നിന്ന് എന്താ പറയാ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന രീതി, അത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് പോയിട്ട് റിക്രൂട്ട് ചെയ്യും. പ്ലേസ്മെന്റ് ഒക്കെ വരാൻ അതിനകത്ത്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് അടുത്ത രീതി. രണ്ടാമത്തെ രീതി ഓഫ് റിക്രൂട്ട്മെന്റ് ഏതാണ്? ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇറ്റ്സ് ദ അഡ്വർടൈസ്മെന്റ് രീതിയാണ്. അതൊരു പരസ്യ രീതിയാണ്. പേപ്പറിൽ പരസ്യം ചെയ്യാം, മീഡിയാസിൽ പരസ്യം ചെയ്യാം, റേഡിയോയിൽ പരസ്യം ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ജേർണൽസ് ഒക്കെ ഉണ്ട്. ഈ ജോലിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആഴ്ച പതിപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളതിനകത്ത് പിന്നെ ബ്രോഷേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ മാഗസിൻസ് ഒക്കെ, അതൊക്കെ അതിനകത്തൊക്കെ പരസ്യമായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ പരസ്യം കണ്ട് വായിച്ച് കേട്ട് അറിഞ്ഞ് ആപ്ലിക്കേഷൻസ് അയക്കുന്ന ആ ഒരു രീതി. അതാണ് എന്താ പറയാ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഡയറക്ട്ലി പോകുന്നില്ല. അവരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ തന്നെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി റിക്രൂട്ട് ചെയ്യുന്നതല്ല. ഇതിലൂടെയൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് നമുക്ക് ആപ്ലിക്കേഷൻ തരുന്നു. അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 3 മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡയറക്റ്റ് മെത്തേഡ് ഒക്കെ കൂടുതൽ ഇപ്പൊ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് ഒക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് മറ്റേ ടിവിയിലൊക്കെയുള്ള പരസ്യങ്ങളൊക്കെയാണ്. ജേർണൽസും ഈ പുസ്തകങ്ങളും ബ്രോഷേഴ്സ് ഒക്കെ വാങ്ങിക്കലും ആൾക്കാർ കുറവാണ്. അപ്പൊ അതുകൊണ്ട് മീഡിയാസിലൊക്കെ റേഡിയോ ഒക്കെ ഉപയോഗിക്കുന്നത് കുറവാണ് അല്ലെ. മീഡിയാസ് നമ്മുടെ ടിവിക്കകത്തൊക്കെയാണ് ഇതിന്റെ പരസ്യം വരെ. ഇപ്പൊ നമ്മുടെ ഫോണുകളിലും ഇഷ്ടംപോലെ ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് മെത്തേഡ് കണ്ടോ? മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് തേർഡ് പാർട്ടി മെത്തേഡ്. അവസാനത്തേതാണ് തേർഡ് പാർട്ടി മെത്തേഡ്. ഇതെന്ന് പറയുന്നത് മറ്റൊരു വൈഡായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതായത് കമേഴ്സ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് വരും. ഇതുപോലെ പ്ലേസ്മെന്റ് ഓഫീസസ് ഓഫ് സ്കൂള് ഇതൊക്കെ ഇതിനകത്ത് വരും. തേർഡ് പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്കിപ്പോ ഒരു നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഇത്തരം ജോബ് ഓഫർ ചെയ്യുന്ന ഏജൻസീസിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ നമ്മളുടെ ക്വാളിഫിക്കേഷന് ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വേക്കൻസി പല ഓർഗനൈസേഷനിലും വന്നു കാണുമ്പോൾ അവർ നമ്മളെ അറിയിക്കും. അതായത് ഒരു തേർഡ് പാർട്ടി, ഒരു ഇന്റർമീഡിയറി അതിന്റെ ഇടയിലുണ്ട്. മനസ്സിലായ? ജോലി കൊടുക്കുന്ന ആളും ജോലി വേണ്ട ആളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് അതിന് പേര് വന്ന കാരണം തന്നെ. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് കൺസൾട്ട് ചെയ്ത മറ്റ് ഫ്രണ്ട്സ് വഴിയോ മറ്റ് റിലേറ്റീവ്സ് വഴിയോ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ വഴിയും ഒക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫേമുകൾ കൺസൾട്ട് ചെയ്യുന്ന ഇന്ന ഫേം മറ്റൊരു ഫേമുമായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ അവർ ഓഫർ ചെയ്യുന്ന രീതിയിലുള്ള ആളുകളെയും ഒക്കെ എടുക്കാം. അതായത് തേർഡ് പാർട്ടിയുടെ സഹായം ഉണ്ട് അവിടെ. അതാണ് അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അതർ സോഴ്സസ് പറഞ്ഞില്ലേ, എക്സ്റ്റേണൽ സോഴ്സസിനകത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ജോലി ചെയ്യുന്നത്, ഞാനിവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളോട് മാനേജ്മെന്റ് അറിയിക്കുകയാണെങ്കിൽ ഞാനത് അറിയുമ്പോ എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കസിൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് ഇന്നലെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവരോട് പറയാണ് ഈ കാര്യങ്ങൾ നമ്മൾ അവരോട് പറയുന്നു. നമ്മളുടെ കസിനോട് ആരോടാണെന്ന് വെച്ചാൽ അവരോട് പറയുന്നു, ഇവരുടെ ഒഴിവുണ്ട്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്ത് നോക്കൂ. കണ്ടോ? അങ്ങനെ അതിപ്പോ തേർഡ് പാർട്ടിയാണ്. ഓർഡറിന്റെ തേർഡ് പാർട്ടി ഞാനാണ്. മനസ്സിലായോ? ജോബ് ഓഫർ ചെയ്ത് കൊടുക്കുന്ന ചില സ്റ്റേറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ചില ഏജൻസീസ് ഉണ്ട്, അവരാണ് അതിന്റെ തേർഡ് പാർട്ടി. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാള് ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ അവിടെ ഇടയിൽ ഉണ്ടാകും. അതാണ് തേർഡ് പാർട്ടി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ജോബ് ഫെയർ എന്ന് പറയുന്നതൊക്കെ അതിന്റെ ഒരു ഇതാണ്. ഓക്കെ,
അപ്പൊ തേർഡ് പാർട്ടി മനസ്സിലായോ? അപ്പൊ 3 മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. ഡയറക്ട് മെത്തേഡ്, ഇൻഡയറക്ട് മെത്തേഡ്, തേർഡ് പാർട്ടി മെത്തേഡ്. 3 അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്തോ? പറഞ്ഞിട്ട് അടുത്തത് ഓക്കെ. ഇനി അടുത്തത് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം. അപ്പൊ നമ്മള് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് റിക്രൂട്ട്മെന്റ് പോളിസി തയ്യാറാക്കണമെന്ന് പറഞ്ഞു. റിക്രൂട്ട്മെന്റ് പോളിസി കഴിഞ്ഞതിന് ശേഷം റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള അറേഞ്ച്മെന്റുകൾ, അതിന്റെ ഓർഗനൈസേഷൻ ശരിയാക്കണം. അതിനുശേഷം മാൻ പവർ റിക്വയർമെന്റ് ഫോർകാസ്റ്റ് ചെയ്യണം. പിന്നീട് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എവിടെ നിന്നാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്, അതിന്റെ സോഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ടെക്നിക്ക്, ഏത് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. നമ്മൾ നടത്തിയ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് നമ്മൾ ഒരു അസസ്മെന്റ് നടത്തണം, ഒരു വിലയിരുത്തലുകൾ നടത്തണം. അപ്പൊ റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ നടത്തിയ തീരുമാനങ്ങളും കാര്യങ്ങളും അറേഞ്ച്മെന്റുകളും ഒക്കെ ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്. എന്ത് ചെയ്യണം? ഓരോ പീരിയോഡിക്കലി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സമയങ്ങളിൽ അത് വിലയിരുത്തുക. അതിന് വേണ്ടിയിട്ട് ആ വിലയിരുത്തൽ നടത്താൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. ഒരു വ്യക്തിയെ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ്, പിന്നെ ആപ്ലിക്കന്റും ഹയറിംഗ് റേഷ്യോ, നമ്മൾ ഹയർ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു നിരക്ക്, പിന്നെ അവരുടെ കാലാവധി എത്ര നാളത്തേക്കാണ് എന്നുള്ളത്, ആ കാലാവധി, പിന്നെ അവരുടെ പെർഫോമൻസ് അപ്രൈസല്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം വിലയിരുത്തലുകൾ നടത്തേണ്ടത്. റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ സക്സസ് ആയോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങൾ, അവരുടെ കാലാവധി, അവരുടെ പെർഫോമൻസ് അപ്രൈസല്, അവര് എന്താ പറയാ, അവരുടെ കോസ്റ്റ്, അവർക്ക് വേണ്ടി വന്ന ചെലവ്. ഇപ്പൊ ഞാൻ എന്നെ പറയുന്ന ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് ഇത്ര ചെലവുണ്ട്, മാസം ഇത്ര രൂപ വീതം ശമ്പളം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം കൂടി കൂട്ടി ആ ഒരാൾക്ക് ഒരു ഇയറിൽ എത്ര ചെലവ് വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതൊക്കെ ഒന്ന് അസസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതും റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രോസസ്സിനകത്ത് വരുന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ റിക്രൂട്ട്മെന്റ് അവിടെ അവസാനിച്ചു. റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ പ്രോസസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക് ആണ് സെലക്ഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി സെലക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ, ഒരു കാൻഡിഡേറ്റ് ഒരു ഒഴിവ് കാണുമ്പോൾ അവരതിനു വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. ആ ആപ്ലിക്കേഷൻസിൽ നിന്ന്, അവർ തരുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആ ആപ്ലിക്കന്റിനെ കുറിച്ച് നമുക്ക് കിട്ടണം. അല്ലെ? റെലവെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് ആളുടെ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ആളുടെ ക്വാളിഫിക്കേഷൻ വേണം, ആളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വേണം, ആളുടെ സ്വഭാവ രീതികൾ വേണം, അല്ലെ? പ്രത്യേകതകളൊക്കെ, പിന്നെ എന്ത് ജോലി, നമ്മൾ കൊടുക്കുന്ന ജോലി ആൾ ചെയ്യാൻ എന്താ പറയാ ആപ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ ഓൾ റെലവെന്റ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ആപ്ലിക്കന്റ്, അത് നേടുക, അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്നെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ അവിടെ സെലക്ട് ചെയ്യാൻ അല്ല, എന്റെ മുഖം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല. അവിടെ അതിനേക്കാൾ ഉപരി ആളുടെ പേര്, അഡ്രസ്, ആളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, ഒരു റെലവെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഇൻഫോർമേഷൻസ്, ആള് നമ്മൾ കൊടുക്കാൻ പോകുന്ന ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളാണോ, അതൊക്കെ ചെയ്യാൻ ആളുടെ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അടക്കം മനസ്സിലാക്കുക. അത് ആ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, അതാണ് സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞത്. എന്നിട്ടാണ് ആളെ സെലക്ട് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? സെലക്ഷൻ പ്രൊസീജിയറിന്റെ മെയിൻ എയിം, ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് വെദർ ആൻ ആപ്ലിക്കന്റ് മീറ്റ്സ് ദ ക്വാളിഫിക്കേഷൻസ് ഫോർ എ സ്പെസിഫിക് ജോബ്. അതിന്റെ ലക്ഷ്യം തന്നെ അതാണ്, വെദർ ആ ഒരു ആപ്ലിക്കന്റ് മീറ്റ്സ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ കൊടുക്കുന്ന ജോലിയുടെ എല്ലാ സ്പെസിഫിക്കേഷൻസും ക്വാളിഫിക്കേഷൻസും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കന്റ് ആണോ. മാത്രമല്ല, ടു സെലക്ട് ദ ആപ്ലിക്കന്റ് ഹു ഈസ് മോസ്റ്റ് ലൈക്ലി ടു ക്യാരി ഔട്ട് വെൽ ഇൻ ദാറ്റ് ജോബ്. ആ ജോബ് വളരെ നന്നായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ആൾ ആരാണ്, അതൊക്കെയാണ് സെലക്ഷന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
അല്ലാണ്ട് ആരെങ്കിലും അതിൽ നമുക്ക് എപ്പോഴെങ്കിലും ചെയ്തു വെക്കാൻ മതി അങ്ങനെയല്ല. ഏറ്റവും നന്നായി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ നമ്മളുടെ ആ കൊടുക്കുന്ന ജോലിക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതില് സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. Second sentence, the objective of selection process is to find out whether an applicant meets the qualification for a specific job and to select the applicant who is most likely to carry out well that job. Carry out well that job. ആ ജോലി എത്ര നന്നായി ചെയ്യുന്ന ആളാണ്, ആളുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ജോബിന് ആ സ്പെസിഫിക് ജോബിന് ആപ്റ്റ് ആയിട്ടുള്ളതാണോ, അങ്ങനെയുള്ള ആപ്ലിക്കൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായി എല്ലാവർക്കും? യെസ്. ഇനി സെലക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. അപ്പൊ സെലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? See, we know that many candidates will apply for a vacancy. അല്ലെ, ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കും. ഇപ്പൊ ഇവിടെ ഈ ഓർഗനൈസേഷനിൽ ഒരു 10 പേരുടെ ഒഴിവുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 പേര് 50 പേരൊക്കെ ആപ്ലിക്കേഷൻസ് തരും. ഓക്കെ, തരാറുണ്ട്. അങ്ങനെ പരിശ്രമം കൊടുക്കുന്നില്ല. അതുകൊണ്ട് അല്ല, ബാക്കി ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുടെ വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് നല്ല ഓർഗനൈസേഷൻ ഒക്കെ ആണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സാലറി ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പരസ്യം ചെയ്യുമ്പോൾ സാലറി പാക്കേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഇത്ര സാലറി കിട്ടും എന്നുള്ള രീതിയിൽ അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് അതിൽ അട്രാക്റ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യും. പക്ഷേ ഈ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ? ഓർഗനൈസേഷന് 20 വേക്കൻസി 10 വേക്കൻസി ആണുള്ളത്, ഒരു 100,000 ആപ്ലിക്കേഷൻസ് വന്നു. ഈ 100,000 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ സെലക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കൻസിനെ നമ്മള് അതിൽ നിന്ന് 3 ആപ്ലിക്കൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ചൂസിങ് ആപ്ലിക്കൻസ് ഫോർ അവർ ജോബ്. നമ്മളുടെ ആവശ്യത്തിനുള്ള ജോലിക്കുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുകയും റിമൂവിങ് ദ അൺവാണ്ടഡ് ഓർ അൺസ്യൂട്ടബിൾ ആപ്ലിക്കൻസ്, നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യുന്നു. ഈ 2 കാര്യവും സെലക്ഷനിൽ നടക്കുന്നുണ്ടില്ലേ? അതല്ലേ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ സെലക്ട് ചെയ്യാറുള്ള പല സാധനങ്ങളും, ഡ്രസ് മെറ്റീരിയൽ സെലക്ട് ചെയ്യും അല്ലെ, നമ്മളൊരു സ്റ്റേഷനറി ഇപ്പൊ കടയിൽ പോയാൽ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ഒരുപാട് സെലക്ഷൻസ് നമ്മൾ നടത്താറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നതിൽ നിന്ന് നമുക്ക് വേണ്ട സാധനത്തിൽ നിന്ന് എന്ത് ചെയ്യും? ആ ഒരുപാട് എണ്ണത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കും, ബാക്കിയുള്ളത് വേണ്ട. അത് തന്നെ ഓർഗനൈസേഷനിൽ വേക്കൻസീസ് വരുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. ഇതിന് നമുക്ക് ആവശ്യമുള്ളവർ എടുക്കുന്നു, ബാക്കിയുള്ളവർ നമ്മളോട് തഴയുന്നു. അതല്ല, റിജക്ട് ചെയ്യും. അതും എന്താണ്? സെലക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ആ സെലക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. സെലക്ഷൻ ഇൻവോൾവ്സ് choosing between applicants for jobs and removing applicants who are unsuitable applicants. Clear ayo? മനസ്സിലായില്ലേ? So while selecting a candidate or recruiting, നമുക്കിപ്പോ ഇങ്ങനെയുള്ള സെലക്ഷൻ പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യുമ്പോഴേ പ്ലാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? They have to give due consideration to organizational needs. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഓർഗനൈസേഷന്റെ നീഡ്. നമ്മുടെ ഇവിടെ എന്ത് ജോലിക്കാണ് ആളെ വേണ്ടത്, ആ ആവശ്യം എന്താണെന്ന് അറിയണം. ഓർഗനൈസേഷൻ ആവശ്യം, ആ വരാൻ പോണ വ്യക്തിയെ കൊണ്ട് നമുക്ക് എന്താണ് ആവശ്യം അതറിയണം. മാത്രമല്ല അവരുടെ പ്രൊഫഷണൽ ടെക്നിക്കൽ ആയിട്ടുള്ള രീതി ഉപയോഗിച്ച് എന്ത് ചെയ്യും, അതൊക്കെ ചെയ്യാൻ പറ്റുന്നവരായിരുന്നു. ടെക്നിക്കൽ പ്രൊഫഷണൽ എക്സ്റ്റെന്റ് ഓഫ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് അതും സാറ്റിസ്ഫൈ ചെയ്യണം. ഏത് രീതിയിലാണ് നമ്മൾ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നത് അത് കൃത്യമായിട്ട് പ്രൊഫഷണലിസവും അതുപോലെ ടെക്നിക്കലായ രീതികളൊക്കെ അവലംബിച്ച് തന്നെ എന്ത് ചെയ്യണം? സെലക്ഷൻ നടത്തുക. അപ്പോൾ ഓർഗനൈസേഷന്റെ നീഡ്സ് അനുസരിച്ച് ടെക്നിക്കലി പ്രൊഫഷണലി ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് എല്ലാ ഓർഗനൈസേഷനും നടത്തേണ്ടത്. മനസ്സിലായോ? തോന്നിയ രീതിയിൽ സെലക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് അയ്യോ എന്താ പറയാ, സെലക്ഷൻ മോശമായി പോയി, നമ്മൾ തെരഞ്ഞെടുത്ത കാൻഡിഡേറ്റ് അത്ര പെർഫെക്റ്റ് അല്ല, പെർഫോമൻസ് വളരെ കുറവാണെന്നൊക്കെ പിന്നീട് പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, മനസ്സിലായോ? സെലക്ഷനിലെ ഫസ്റ്റത്തെ ആ 3 പോയിന്റുകളാണ് നമുക്ക്, 3 സെന്റൻസുകളാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ 3 അല്ല 2 ഒബ്ജക്റ്റീവ് എന്ന സെന്റൻസും പിന്നെ സെലക്ഷൻ എന്ന് എന്താ പറയാ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന സെന്റൻസും. ഓക്കെ, യെസ്, ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം എടുക്കാം. സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ് ഉണ്ട്, സ്റ്റെപ്സ് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു.
നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം നാളെ നമ്മൾ കാണാം. ഓക്കെ, താങ്ക് യു.